ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം. സുഹൃത്തുക്കളെ, സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളും ഒപ്പുവെച്ച പുതിയ മെക്ക ജോയിന്റ് ഡിഫൻസ് അഗ്രിമെന്റ് വന്നതോടെ മാധ്യമങ്ങളിലെ ചില ഹെഡ്ലൈനുകൾ വളരെ ഡ്രാമാറ്റിക് ആണ്. ഇസ്ലാമിക് നാറ്റോ രൂപപ്പെട്ടു, പാകിസ്ഥാൻ ഇനി ഒറ്റയ്ക്കല്ല, ഇന്ത്യക്ക് പുതിയ 3 രാജ്യ ഭീഷണി, ചൈന കൂടി വന്നാൽ ഇന്ത്യ വളയപ്പെടും എന്നൊക്കെ. ഇതൊക്കെ കേട്ട സ്വാഭാവികമായിട്ടും ആർക്കും ഒരാശങ്ക വരാം. നാളെ ഒരു ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യക്കെതിരെ പോരാടാൻ ഇറങ്ങുമോ? അതിൻ്റെ കൂടി ഇനി ചൈനയും കൂടി LACയിൽ പ്രഷർ കൂട്ടിയാൽ ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാവാം. പക്ഷേ എൻ്റെ വിലയിരുത്തൽ വളരെ സിമ്പിളാണ്. ഈ എഗ്രിമെൻ്റ് ഇന്ത്യ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. എന്നാൽ ചില മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് പോലെ ഇന്ത്യ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇപ്പം ഇല്ല. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ പാക്റ്റ് എന്തിനാണ് രൂപീകരിച്ചത്? അത് മനസ്സിലായാൽ ഇന്ത്യക്ക് ഇതിൽ എത്രത്തോളം ത്രെട്ട് ഉണ്ടെന്ന് വളരെ ക്ലിയർ ആവും. സുഹൃത്തുക്കളെ, നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോപൊളിറ്റിക്സിൻ്റെ ഒരു ജിയോപൊളിറ്റിക്കൽ വിശകലനത്തിലേക്ക് സ്വാഗതം. എന്താണ് മെക്ക അഗ്രിമെന്റ്? 2026 ഓഗസ്റ്റ് 7 സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ മെക്കയിൽ വെച്ചൊരു മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെന്റ് ഒപ്പുവെക്കുന്നത്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രിൻസിപ്പിൾ ഇതാണ്: ഒരു അംഗരാജ്യത്തിനെതിരായ സൈനിക ആക്രമണം 3 പേർക്കും എതിരായ ആക്രമണമായിട്ട് കണക്കാക്കും. അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ നേറ്റോയുടെ ആർട്ടിക്കിൾ 5 ഉപമിക്കുന്നത്. പക്ഷേ ഇതിലും വലിയൊരു വ്യത്യാസമുണ്ട്. നാറ്റോയ്ക്ക് ഒരു പെർമനൻറ്റ് മിലിറ്ററി കമാൻഡ് ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് പ്ലാനിംഗ് ഉണ്ട്, പതിറ്റാണ്ടുകളുടെ ജോയിൻറ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, കൃത്യമായ റെസ്പോൺസ് മെക്കാനിസങ്ങളുണ്ട്. എന്നാൽ മെക്ക അഗ്രിമെൻറ്റിൽ ഇപ്പോൾ അത്രയും സ്പെസിഫിക് ആയ മിലിറ്ററി ബാധ്യതകളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് നാറ്റോ പോലെ ഒരു ഫുള്ളി ഡെവലപ്ഡ് മിലിറ്ററി അലയൻസുമല്ല. ഇതിനെ കൂടുതൽ ശരിയായിട്ട് വിളിക്കേണ്ടത് ഒരു റീജിയണൽ കളക്റ്റീവ് ഡിഫൻസ് ഫ്രെയിംവർക്ക് എന്നാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഒന്നിച്ചു ചേർന്നത്? ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഇന്ത്യയെ അല്ല. ഇതിൻ്റെ പ്രധാന പശ്ചാത്തലം ഇറാൻ കേന്ദ്രീകൃതമായ വെസ്റ്റ് ഏഷ്യൻ സെക്യൂരിറ്റി ക്രൈസിസ് ആണ്. ഭൂപടം ഒന്ന് എടുത്തു നോക്കൂ. തുർക്കിയുടെ കിഴക്കായിട്ട് ഇറാൻ, ഇറാൻ്റെ കിഴക്കായിട്ട് പാകിസ്ഥാൻ, സൗദി അറേബ്യയ്ക്ക് പേർഷ്യൻ ഗൾഫിൻ്റെ മറുവശത്തുള്ള ഏറ്റവും വലിയ മിലിറ്ററി പവറായിട്ട് ഇറാൻ. അതായത് തുർക്കി പാകിസ്ഥാൻ ലാൻഡ് ബെൽറ്റിൻ്റെ നടുവിലാണ് ഇറാൻ കിടക്കുന്നത്. സൗദി അറേബ്യയുടെ തൊട്ട് മുന്നിലും ഇറാനുണ്ട്. അതുകൊണ്ട് ഈ 3 രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി കണക്കുകൂട്ടലുകളിൽ ഇറാൻ എന്ന ഘടകം വളരെ സെൻട്രലാണ്. സൗദി അറേബ്യയുടെ ഭയം എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ തിയറി മാത്രം നോക്കിയാൽ പോരാ, സമീപകാലത്തെ സംഭവ വികാസങ്ങളും കൂടെ കാണണം. ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ ഗൾഫിലെ എണ്ണ കയറ്റുമതി രാജ്യങ്ങൾ വരെ എത്തിയ സാഹചര്യത്തിലാണ് ഈ പാക്റ്റ് ഒപ്പുവെക്കുന്നത്. അതുകൊണ്ട് റിയാദിൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്: നാളെ ഇറാനോ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളോ വീണ്ടും ഒരു വലിയ മിസൈലോ ഡ്രോണോ അറ്റാക്ക് നടത്തിയാൽ ആരാണ് ഞങ്ങളെ ഗ്യാരണ്ടി ചെയ്ത് രക്ഷിക്കുക? ഇവിടെയാണ് മെക്ക പാക്റ്റിൻ്റെ ലോജിക്ക് വരുന്നത്. പിന്നെ മറ്റൊരു കാരണം ഹൂതികളാണ്. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മാത്രമല്ല തലവേദന. യമനിലെ ഹൂതികളും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ത്രെട്ടാണ്. ഹൂതികൾക്ക് ഒരു കൺവെൻഷണൽ ആർമിയെ പോലെ യുദ്ധം ചെയ്യേണ്ട കാര്യവുമില്ല. വളരെ വില കുറഞ്ഞ ഡ്രോണുകൾ, ക്രൂസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, പിന്നെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ, ഇതെല്ലാം ഉപയോഗിച്ച് സൗദി അറേബ്യയെ പ്രഷറിലാക്കാം. വെറും $20,000 ഒരു ഡ്രോൺ ഉപയോഗിച്ച് $1 ബില്യൺ ഒരു എണ്ണ ശുദ്ധീകരണ ശാല തകർത്താൽ പോലും സൗദിക്കുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം വലുതായിരിക്കും. അതുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് വേണ്ടത് വെറും ടാങ്കുകൾ മാത്രമല്ല, എയർ ഡിഫൻസ്, കൗണ്ടർ ഡ്രോൺ സിസ്റ്റംസ്, ഇൻ്റലിജൻസ്, മിസൈൽ ഡിഫൻസ്, ഇലക്ട്രോണിക് വാർഫെയർ, അതിവേഗ സൈനിക പിന്തുണ, ഇതെല്ലാമാണ്. ഇവിടെയാണ് തുർക്കി അവർക്ക് ഉപകാരപ്പെടുന്നത്. തുർക്കിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡ്രോൺ ഇൻഡസ്ട്രിയും ഡിഫൻസ് ഇലക്ട്രോണിക്സ് ഏഷ്യയുമുണ്ട്. പാകിസ്ഥാനാണെങ്കിലോ വലിയ സൈനിക ബലവും ഓപ്പറേഷണൽ എക്സ്പീരിയൻസും ഉണ്ട്. സൗദിയുടെ കയ്യിൽ ആവശ്യത്തിന് കാശുമുണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ പാക്റ്റിൻ്റെ ലോജിക്ക് നിൽക്കുന്നത് ഇന്ത്യക്കെതിരെയല്ല, മറിച്ച് ഇറാൻ ഹൂതി ഭീഷണികൾക്കെതിരെയാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇന്ത്യ ആംഗിൾ ഉപയോഗിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഇതൊരു വലിയ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഇസ്ലാമാബാദ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഇനി പാകിസ്ഥാൻ ഒറ്റയ്ക്കല്ല എന്നായിരിക്കും. പാകിസ്ഥാന് തുർക്കിയിൽ നിന്ന് കൂടുതൽ ഡ്രോണുകളും EW സിസ്റ്റംസും പ്രിസിഷൻ വെപ്പൺസും സ്പെയർ പാർട്ടുകളും സാങ്കേതിക വിദ്യയും എല്ലാം ലഭിക്കാം. സൗദിയിൽ നിന്ന് ഫിനാൻഷ്യൽ ബാക്കിങ്ങും ഡിപ്ലോമാറ്റിക് സപ്പോർട്ടും കിട്ടാം. അതായത് പാകിസ്ഥാൻ്റെ ഒരു സ്ട്രാറ്റജിക് ഡെപ്ത് കൂടും. ഇന്ത്യ ഇത് അവഗണിക്കാൻ പാടില്ല. എന്നാൽ അതിനർത്ഥം സൗദി സൈന്യവും തുർക്കി സൈന്യവും പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കെതിരെ നേരിട്ട് യുദ്ധത്തിന് വരുമെന്നും അല്ല. ഒരു ഇന്ത്യ പാക് യുദ്ധം വന്നാൽ സൗദി അറേബ്യ എന്ത് ചെയ്യും? സൗദിക്ക് പാകിസ്ഥാൻ പ്രധാനമാണ്, സംശയമില്ല.
പക്ഷേ ഇന്ത്യയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. ഇന്ത്യ സൗദി വ്യാപാരം 10,000 കോടി ഡോളറിൻ്റേതാണ്. സൗദിയുടെ നിക്ഷേപം ഇന്ത്യയിൽ വൻതോതിലുണ്ട്. സൗദിയുടെ വിഷൻ 2030 പദ്ധതിക്ക് വലിയൊരു മാർക്കറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ലക്ഷ്യസ്ഥാനവും ടെക്നോളജി പങ്കാളിയും മാൻ പവർ സ്രോതസ്സും ഒക്കെയാണ് ഇന്ത്യ. ഇന്ത്യ സൗദി സൈനിക സഹകരണം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഒരുപാട് വളർന്നിട്ടുമുണ്ട്. സംയുക്ത അഭ്യാസങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന് സൗദിയുടെ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിച്ചേക്കാം. പക്ഷേ സൗദിയുടെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നത് വേറൊരു ലെവൽ എക്സ്കലേഷൻ ആയിരിക്കും. അതിന് വലിയ സ്ട്രാറ്റജിക് കോസ്റ്റുമുണ്ട്. അതുകൊണ്ട് ആ സാധ്യത വളരെ കുറവാണ്. സൗദിയേക്കാൾ ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തുർക്കിയെയാണ്. കാരണം തുർക്കി പാകിസ്ഥാൻ ഡിഫൻസ് കോഓപ്പറേഷൻ ഇപ്പം തന്നെ വളരെ ഡീപ്പാണ്. പാകിസ്ഥാന് തുർക്കി നിർമ്മിതമായിട്ടുള്ള സിസ്റ്റങ്ങളും ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മെക്ക പാക്റ്റിൻ്റെ ഇന്ത്യ സ്പെസിഫിക് ഇമ്പാക്റ്റ് യുദ്ധക്കളത്തിൽ ആദ്യം കാണുക തുർക്കി സൈന്യത്തിലൂടെ ആയിരിക്കില്ല, മറിച്ച് തുർക്കി ടെക്നോളജിയിലൂടെ ആയിരിക്കും. തുർക്കിക്ക് പാകിസ്ഥാനെ സഹായിക്കാം, പക്ഷേ ഇന്ത്യക്കെതിരെ ഒരു ഡയറക്റ്റ് യുദ്ധത്തിന് പോകുന്നത് വേറെ കാര്യമാണ്. തുർക്കിക്കും പാകിസ്ഥാനും കോമൺ ബോർഡർ ഇല്ല, ഇടയിൽ ഇറാനുണ്ട്. വലിയ തോതിൽ സൈന്യത്തെ എത്തിക്കുക എന്ന് പറയുന്നത് ലോജിസ്റ്റിക്കലായിട്ട് ഭയങ്കര ചാലഞ്ചാണ്. പോരാത്തതിന് തുർക്കി ഒരു നാറ്റോ മെമ്പറുമാണ്. നാറ്റോയിലെ ഒരു അംഗരാജ്യം സ്വന്തം ഇഷ്ടപ്രകാരം ഏഷ്യയിൽ പോയിട്ട് ഒരു യുദ്ധം തുടങ്ങിയാലേ നാറ്റോ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ഇടപെട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് നിയമമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ തുർക്കിയുടെ സാമ്പത്തിക രംഗം യൂറോപ്പുമായിട്ടും അമേരിക്കയുമായിട്ടും ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിന് പോയാൽ അങ്കാരയ്ക്ക് വലിയ ഡിപ്ലോമാറ്റിക്കും എക്കണോമിക്കുമായിട്ടുള്ള നഷ്ടവും ഉണ്ടാകും. അപ്പോൾ ഇന്ത്യ തുർക്കിയെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ഇവിടെയാണ് ഇന്ത്യക്ക് കോൺഫിഡൻസ് നൽകുന്ന മറ്റൊരു പ്രധാന പോയിന്റ്. തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചാൽ ഇന്ത്യ വെറുതെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യക്ക് കൃത്യമായ സ്ട്രോങ് കൗണ്ടർ ഓപ്ഷനുകളുണ്ട്. ആദ്യമായിട്ട് തന്നെ ഗ്രീസ്. തുർക്കിയും ഗ്രീസും തമ്മിൽ ഏജിയൻ കടലിലും ഈസ്റ്റേൺ മെഡിറ്ററേനിയനിലും അതിർത്തി തർക്കങ്ങളും ദീർഘകാല ശത്രുതയുമുണ്ട്. ഇന്ത്യ ഗ്രീസ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇപ്പോൾ വളരെ വേഗത്തിലാണ് വളരുന്നത്. പ്രതിരോധ സഹകരണം, മിലിറ്ററി എക്സസൈസുകളൊക്കെ കൂടുന്നുണ്ട്. തുർക്കി പാകിസ്ഥാനിലേക്ക് കൂടുതൽ ചാഞ്ഞാൽ ഇന്ത്യ ഗ്രീസുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ശക്തമാക്കും. പിന്നെ സൈപ്രസ്. കാരണം സൈപ്രസ് വിഷയം തുർക്കിക്ക് വളരെ സെൻസിറ്റീവാണ്. റിപ്പബ്ലിക് ഓഫ് സൈപ്രസുമായിട്ട് ഇന്ത്യ ബന്ധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് റോഡ് മാപ്പ്, നാവിക സഹകരണം എല്ലാം വളരുന്നുണ്ട്. തുർക്കി ഇന്ത്യയുടെ ആശങ്കകളെ തള്ളിക്കളഞ്ഞാൽ ഈസ്റ്റേൺ മെഡിറ്ററേനിയനിൽ ഇന്ത്യക്ക് നല്ല ഡിപ്ലോമാറ്റിക് ഓപ്ഷൻസുമുണ്ട്. കൂടാതെ അർമേനിയ. തുർക്കി അസർബൈജാൻ സഖ്യം അർമേനിയയ്ക്ക് ഭീഷണിയാകുമ്പോൾ അർമേനിയയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് പാർട്ട്ണറായിട്ട് മാറുന്നത് ഇന്ത്യയാണ്. ഇന്ത്യൻ ആർട്ടിലറികളും പിനാക്ക റോക്കറ്റ് സിസ്റ്റങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും എല്ലാം ഇന്ത്യ അർമേനിയയ്ക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ തുർക്കി പാകിസ്ഥാൻ വഴി ഇന്ത്യയുടെ അയൽപക്കത്ത് പ്രഷർ ഉണ്ടാക്കാൻ നോക്കിയാൽ ഇന്ത്യക്ക് തുർക്കിയുടെ അയൽപക്കത്ത് സ്ട്രാറ്റജിക് ബാലൻസ് ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. പിന്നെ ഇസ്രായേൽ. ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് നമുക്കെല്ലാം അറിയാം. തുർക്കി ഇസ്രായേൽ ബന്ധവും അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇന്ത്യ ഇസ്രായേൽ, ഇന്ത്യ ഗ്രീസ്, ഇന്ത്യ സൈപ്രസ്, ഇന്ത്യ അർമേനിയ ബന്ധങ്ങൾ തുർക്കിക്കൊരു വലിയ മെസ്സേജാണ് നൽകുന്നത്. പാകിസ്ഥാനെ പരിധിയില്ലാതെ പിന്തുണയ്ക്കുന്നതിനും വലിയൊരു ജിയോപൊളിറ്റിക്കൽ കോസ്റ്റ് ഉണ്ടാകും. പക്ഷേ നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് കാണേണ്ട ആക്ടർ ചൈനയാണ്. മക്ക പാക്റ്റിനേക്കാളും ഇന്ത്യയുടെ യഥാർത്ഥ മിലിറ്ററി പ്ലാനിംഗ് ചലഞ്ച് ചൈന പാകിസ്ഥാൻ കോർഡിനേഷൻ തന്നെയാണ്. പാകിസ്ഥാൻ്റെ മിലിറ്ററി എക്കോസിസ്റ്റത്തിൽ വലിയൊരു പങ്ക് ചൈനീസ് വിമാനങ്ങളും റഡാറുകളും എയർ ഡിഫൻസും മിസൈലുകളുമാണ്. ഒരു ഇന്ത്യ പാക് യുദ്ധം വന്നാൽ ചൈന പാകിസ്ഥാന് ഇൻ്റലിജൻസ്, സാറ്റലൈറ്റ് ഇമേജറികൾ, ആയുധങ്ങൾ, ഡിപ്ലോമാറ്റിക് കവർ ഇതെല്ലാം നൽകാനായിട്ടുള്ള സാധ്യതയുണ്ട്. LACയിൽ പ്രഷർ കൂട്ടാനും കഴിഞ്ഞേക്കും. പക്ഷേ ചൈനയ്ക്കും ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് പോകുന്നത് വലിയ കോസ്റ്റാണ്. ഹിമാലയൻ അതിർത്തിയിലെ ലോജിസ്റ്റിക്സ്, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, അറബിക്കടലിലെ ട്രേഡ് ബ്ലോക്കേഡ്, US, ജപ്പാൻ, ഓസ്ട്രേലിയ പ്രതികരണങ്ങൾ, ഗ്ലോബൽ സപ്ലൈ ചെയിൻ തകർച്ച, ഇതൊക്കെ ബീജിംഗും കണക്ക് കൂട്ടും. അതുകൊണ്ട് ചൈനയുടെ സ്മാർട്ടായിട്ടുള്ള ഓപ്ഷൻ പാകിസ്ഥാനെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയെ പ്രഷറിലാക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പം നമുക്കിതെല്ലാം കൂടി ചേർത്ത് വെച്ചൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് മെക്ക പാക്റ്റിൻ്റെ പ്രധാന സ്ട്രാറ്റജിക് ലക്ഷ്യം ഇന്ത്യയല്ല, ഇറാൻ ഭീഷണികളും ഹൂതി ആക്രമണങ്ങളും ഗൾഫ് സുരക്ഷയുമാണ്. രണ്ടാമതായിട്ട് സൗദിയുടെ ലക്ഷ്യം ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല, തങ്ങളുടെ സെക്യൂരിറ്റി ഓപ്ഷൻസ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. മൂന്നാമതായിട്ട് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ തള്ളിക്കളഞ്ഞിട്ടില്ല, പക്ഷേ അമേരിക്കയെ മാത്രം വിശ്വസിച്ചിരുന്നാൽ പണി കിട്ടുമെന്ന് പഠിച്ചു. നാലാമതായിട്ട് സൗദി അറേബ്യയ്ക്ക് ഇന്ത്യയുമായിട്ട് വൻ സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങളുണ്ട്. അഞ്ചാമതായിട്ട്
തുർക്കി നേരിട്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാളും സാങ്കേതിക സഹായം നൽകാനാണ് സാധ്യത കൂടുതൽ. ആറാമതായിട്ട്, തുർക്കി അതിര് കടന്നാൽ ഇന്ത്യക്ക് ഗ്രീസ്, സൈപ്രസ്, അർമേനിയ, ഇസ്രായേൽ വഴി അവരെ ട്രാക്കിലാക്കാനുള്ള ഓപ്ഷൻസുമുണ്ട്. ഏഴാമതായിട്ട്, ചൈന സീരിയസ് ഫാക്ടറാണ്, പക്ഷേ ഒരു ഫുൾ സ്കെയിൽ 2 ഫ്രണ്ട് വാർ അത്ര എളുപ്പമല്ല. എട്ടാമതായിട്ട്, ഇന്ത്യക്ക് ശക്തമായ ആർമി, എയർഫോഴ്സ്, നേവി, മിസൈലുകൾ, എയർ ഡിഫൻസ്, ഇന്ത്യൻ ഓഷനിലെ നാവിക ആധിപത്യം ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരു കരാർ വന്നതുകൊണ്ട് മാത്രം സൗത്ത് ഏഷ്യയിലെ പവർ ബാലൻസ് ഒറ്റ രാത്രി കൊണ്ട് മാറില്ല. അവസാനമായി സുഹൃത്തുക്കളെ, മെക്ക ജോയിന്റ് ഡിഫൻസ് അഗ്രിമെന്റിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അതേസമയം അമിതമായിട്ട് കണ്ട് പേടിക്കാനും പാടില്ല. ചില മാധ്യമങ്ങൾ പറയും പോലെ ഇസ്ലാമിക് നാറ്റോ ഇന്ത്യയെ വളഞ്ഞു എന്ന ചിത്രമൊന്നും യാഥാർത്ഥ്യമല്ല. ഈ പാക്ട് വെസ്റ്റ് ഏഷ്യയിലെ പുതിയ സെക്യൂരിറ്റി റിയാലിറ്റിയുടെ ഉൽപ്പന്നം മാത്രമാണ്. പാകിസ്ഥാൻ ഇതിനെ ഇന്ത്യക്കെതിരെ ഡിപ്ലോമാറ്റിക് അഡ്വാൻറ്റേജ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കും. തുർക്കി സാങ്കേതികവിദ്യ നൽകാം, സൗദി സാമ്പത്തിക പിന്തുണ നൽകാം, ചൈന സ്ട്രാറ്റജിക് സപ്പോർട്ടും നൽകാം. അതുകൊണ്ട് ഇന്ത്യ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ഇന്ത്യ ഒറ്റയ്ക്കല്ല. ഇന്ത്യക്ക് സാമ്പത്തിക സ്വാധീനമുണ്ട്, ശക്തമായ ഡിപ്ലോമാറ്റിക് പാർട്ട്ണർഷിപ്പുകളുണ്ട്, ഇന്ത്യൻ ഓഷനിൽ വൻ അഡ്വാൻറ്റേജ് ഉണ്ട്, ശക്തമായ സൈനിക ശേഷിയുമുണ്ട്. തുർക്കിയെ ബാലൻസ് ചെയ്യാനുള്ള വഴികൾ നമ്മുടെ കയ്യിലുണ്ട്. സൗദിക്ക് ഇന്ത്യയെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. ചൈനയ്ക്ക് ഒരു യുദ്ധത്തിൻ്റെ നഷ്ടങ്ങൾ അറിയാം. അതുകൊണ്ട് നമ്മുടെ നിഗമനം വളരെ ലളിതമാണ്. പേടിയും വേണ്ട, അനാസ്ഥയും പാടില്ല. ജയ് ഹിന്ദ്, ജയ് ഭാരത്, വന്ദേ മാതരം.